ഹലോ, നമസ്കാരം. ബേസിലാണ്, ലെബനോണിലെ ബെയ്റൂട്ടിലാണ്. പരിശുദ്ധപിതാവിൻ്റെ കാതോലിക്ക വാഴ്ചയെ ബന്ധപ്പെട്ട് വന്നതാണ്. ലെബനോണിലെ ബെയ്റൂട്ടിലെ അച്ചാനയ്ക്ക് അടുത്തുള്ള പാത്രിയാർക്കൽ സെൻറ്ററിലാണ്, പാത്രിയാർക്കൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് വാഴ്ക്കൽ ചടങ്ങ് നടക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ എൻ്റെ പരിസര പ്രദേശങ്ങളാണ് കാണിക്കുന്നത്. The christening of Saint Charbel took place here. Antiochia Malankara Banda. വീടാൾ വാഴട്ടെ. We'll be presenting this small memento to His Holiness the Patriarch. റോട്ടാന ബെയ്റൂട്ടിലാണ് പപ്പായും ഞാനും സുഹൃത്തുക്കളും താമസിക്കുന്നത്. ലെബനോനിലെത്തിയ ശേഷം നമ്മുടെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടി പരിശുദ്ധ ബാവയെ അച്ചാനയിലെ പാത്രിയാർക്കേറ്റിൽ സന്ദർശിക്കുക എന്നുള്ളതാണ്. അച്ചാന ബെയ്റൂട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ മാർ സേവറിയസ് പാത്രിയാർക്കീസിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പരിശുദ്ധ പിതാവിനെ കാണുന്നത്. രണ്ടാം ദിനം രാവിലെ നമ്മൾ ബെയ്റൂട്ടിൽ നിന്ന് ബിബ്ലോസിലേക്കുള്ള യാത്രയിലാണ്. ലെബനോനിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് ബെയ്റൂട്ടും ബിബ്ലോസും. അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ള മെഡിറ്ററേനിയൻ തീരത്തെ ഒരു കുഞ്ഞു രാജ്യമാണ് ലെബനോൺ. 2 രാജ്യങ്ങളുമായിട്ടാണ് ലെബനോൺ അതിർത്തി പങ്കിടുന്നത്, തെക്ക് ഇസ്രായേലും വടക്ക് കിഴക്ക് സിറിയയും. ഏകദേശം 60 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയിലാണ് ഇന്ന് ലെബനോനിലെ ജനസംഖ്യ. എന്നാൽ ഇന്ന് ലെബനോണിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ലെബനീസ് വംശജർ അമേരിക്കയും ബ്രസീലും അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ പല കാലഘട്ടങ്ങളിലായി കുടിയേറി പാർത്തിട്ടുണ്ട്. ജനസംഖ്യയുടെ ഏകദേശം 55% മുസ്ലിങ്ങളും 45%-ഓളം ക്രൈസ്തവരുമാണ് ഇന്ന് ലെബനോനിലുള്ളത്. 75 മുതൽ 91 വരെ നീണ്ടുനിന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം കൺഫെക്ഷണലിസം എന്നുള്ള ഒരു ഭരണ രീതിയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളൊക്കെ ജാതി മത അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പൊതുവെ ശാന്തസുന്ദരമായിരുന്ന ഈ രാജ്യം ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബിബ്ലോസിലേക്കുള്ള നമ്മുടെ യാത്ര ഷർബിൽ മക്ലൂഫ് എന്നു പേരുള്ള ഒരു വിശുദ്ധന്റെ ജന്മഗൃഹത്തിലേക്കാണ്. യാത്രക്കിടയിൽ ഒരു ഇടവേളയാണിത്. ഏകദേശം 4 മണിക്കൂർ സഞ്ചരിച്ച് നമ്മൾ ബെക്ക കാഫ്ര എന്ന ഒരു ലെബനോൺ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവർ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡാണ്. The christening of Saint Charbel took place here in this small church. ഇത് സെയിന്റ് ഷെർബിലിന്റെ ജന്മഗൃഹമാണ്.
മുതൽ 1898 വരെ ജീവിച്ചിരുന്ന മരണൈറ്റ് സഭാംഗമായ ഒരു സന്യാസിയായിരുന്നു വിശുദ്ധ ഷെർബിൽ. അദ്ദേഹത്തെ 1965 കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായും പിന്നീട് 77 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തി കിട്ടിയെന്നാണ് വിശ്വാസം. വിശുദ്ധ ഷെർബിലിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ ആശ്രമമായ സെയിൻറ്റ് മറോൺ മൊണാസ്ട്രിയിലാണ്. ലെബനോനിലെ ഏകദേശം 45% വരുന്ന ക്രൈസ്തവ ജനസംഖ്യയിൽ ഏകദേശം പകുതിയോളം മാരോണൈറ്റ് സഭാംഗങ്ങളാണ്. മാരോണൈറ്റ് ചർച്ച് ആദ്യകാലങ്ങളിൽ സത്യസുറിയാൻ സഭയുടെ ഭാഗമായിരുന്നു. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലെയും പിന്നീട് സിറിയയിലെയും വിവിധങ്ങളായ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ പുതിയൊരു വിഭാഗമായി തീരുകയും സെയിൻറ്റ് മറോൺ എന്നുള്ള ഒരു പുരോഹിതന്റെ കീഴിൽ മറോണൈറ്റ് സഭ എന്ന പിൽക്കാലത്ത് അറിയപ്പെടുകയും ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗമായി 23 സ്വയാധികാര സഭകളിൽ ഒന്നായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. ഒരു കാലത്ത് പരിശുദ്ധ സുറിയാനി സഭയുടെ ഭാഗമായിരുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ്, മെൽക്കൈറ്റ് കാത്തലിക് തുടങ്ങിയ വിഭാഗക്കാരാണ് ഇവിടുത്തെ മറ്റ് ക്രൈസ്തവ വിഭാഗക്കാർ. നമ്മളിപ്പോൾ ബെയ്റൂട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. യാത്രയിലുടനീളം നമുക്ക് ലബാനോനിലെ ഏറ്റവും പ്രശസ്തമായ ദേവദാരു വൃക്ഷങ്ങൾ, ദി സെഡാർ ട്രീസ് ഓഫ് ലബാനോൻ കാണാം. 500-ലധികം വർഷങ്ങൾ നിലനിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ ഇവയുടെ തടിയുടെ കാഠിന്യവും അതേപോലെ തന്നെ ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയും കൊണ്ട് വളരെ പ്രശസ്തമാണ്. വിശുദ്ധ ബൈബിളിൽ അനേക പ്രാവശ്യം ലബാനോനിലെ ദേവദാരുകളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. യാത്രാമധ്യേ നമ്മളീ കാണുന്നത് ലബനോനിലെ അതിപുരാതനമായ ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രിയാണ്, മൊണാസ്ട്രി ഓഫ് കൊഷോയ. മൂന്നാം ദിനം രാവിലെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സഭാസ്ഥാനമായ അച്ചാനയിലെ പാത്രിയർക്കേറ്റിലേക്ക് പോവുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ AD 518 സിറിയയിലെ രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങൾ കൊണ്ട് സഭാസ്ഥാനം അന്ത്യോക്യയുടെ പുറത്തേക്ക് പോവുകയും അതേപോലെ തന്നെ 1959 വീണ്ടും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ സഭാസ്ഥാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 2019 മുതൽ വീണ്ടും ആഭ്യന്തര രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിന്റെ സഭാസ്ഥാനം ലെബനോനിലെ ബെയ്റൂട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. സിറിയയിലെ ബാപ്തൂമയോടൊപ്പം അച്ചാനയിലെ ഈ പാത്രിയർക്കേറ്റ് കേന്ദ്രീകരിച്ചാണ് സഭയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ കൂദാശ ചെയ്യപ്പെട്ട ഈ കത്തീഡ്രലിൽ വെച്ചാണ് ഇപ്പോൾ കുർബാന നടക്കുന്നത്. ഇതേ കത്തീഡ്രലിൽ തന്നെയാണ് ഇന്ന് വൈകുന്നേരം സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതോലിക്ക വാഴ്ച, ശ്രേഷ്ഠ പിതാവിനെ കാതോലിക്കയായി വാഴിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ഇന്ന് മാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളാണ്. പരിശുദ്ധ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും സുറിയാനിയിലുമായിട്ടായിരിക്കും കുർബാന. വചനിപ്പ് പെരുന്നാളിൻ്റെ വേദവായനകളെല്ലാം, ഏവൻഗേലിയൻ വായനകളെല്ലാം വളരെ ഹൃദയസ്പർശിയായിട്ടാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്.
عديشد موران يشو امشيحو سبرثو محيوني ثم ملوكم سبرون ودم سبر حي فرقون العلمون تبنو في سور بطنك مرمرها الفرق دلاني شو مشيحو بالفتحة يا رود البسام من فردق عد اشتو مريم قولين دينو خانواي ويرحل نشتم شاطر جبريل وملاك ومارول وغليل والمديث وكتي وشمع نصرة قبل ثلث الكتوى وخيرتول قبر دشمي يوسف وبيت الداوي وشملي ثلث مريم عابر قابو ملاك ومرليلة شلوم ويلك كتاتيم and give birth to a son and you will name him Jesus. He will be great and will be called the Son of the Most High. And the Lord God will give him the throne of his father David. He will reign over the house of Jacob forever, and of his kingdom there will be no end. Mary asked the angel, how can this be, since I have not been with a man? The angel answered her, the Holy Spirit will come and the power of the Most High will overshadow you. For this reason, he to whom you will give birth is holy and will be called the Son of God. Look, even your relative Elizabeth is expecting a son in her old age, and she who was called barren is in the 6th month of her pregnancy. ولفتلتو بشرولة مرليلة تطعنت اتمطرونة تتغيلا خبر الغورة تشميشون وصفرانهم برفق ولزمينة بالقروينة وميرو ويوضوعي بالقانيشون كنت وعد السبور بعتاف لقادشة الدار ومريم أثمل قد شغلا أنا نقيرو قامو يقو بقارو إيبا بثرمو قدو شيدا خلينا تغيوثو نمورو طوبو الوليلة يفتى في فرصة في الطريقة عيدين وعيدان وحضور Those who want to stand up, you can stand up. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പരമപ്രധാനമായ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയാൻ പോകുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക വാഴ്ചയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.
ഇന്ത്യ, ലെബനോൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ, അതേപോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ, അതോടൊപ്പം ഏകദേശം 12ഓളം സഹോദരി സഭകളുടെ അധ്യക്ഷന്മാരും പ്രതിനിധികളും അവർ ഈ ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ തിരുമുണ്ട് വാഴിക്കൽ ചടങ്ങ് നടക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ. Praise be to the Almighty God for the richness of His gifts to His holy church and for the abundant blessings that continually overflow upon us. Today, the Lord has gathered us on this solemn spiritual occasion to celebrate the consecration and installation of our brother, Mor Gregorios Joseph, as the new Mafriono Catholicos of our Syriac Orthodox Church in India. We give thanks to the Lord who continues to guide His church with wisdom and love, granting us faithful shepherds who carry the torch of faith from generation to generation. This moment, we would like to welcome all of you with special welcome.
Basilica of St. Peter, and the Holy Synod of the Universal Syrian Orthodox Church. بنيان دعيت قدشت دالوس أكسيوس لحن مور باسيليوس സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിൽ കൂടി പ്രവേശിക്കാതെ മറ്റു ഭാഗങ്ങളിലൂടെ കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവുന്നു. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ. Our beloved Inferior Catholicos of India, or Basilios Joseph, behold, you stand before God, His absolving altar, the assembly of the holy angels and the faithful. His Holiness Antioquia Malankara Banda. ഒന്ന് മുത്തട്ട മുട്ട അയ്യ തിരുമേനി
അറബിക്കടലും തിരമാലകളും ആർത്തി വിളിക്കും കൊച്ചിക്കടല് കണ്ണേ കടലെ കൺമണിയേ ജോസഫ് പ്രഥമൻ ബാവായേ ധീരതയോടെ നയിച്ചോളൂ മലങ്കര മക്കൾ പിന്നാലെ വിശ്വാസത്തിൻ തിരുമുറ്റത്ത് പരുമലയാവും തലമുറയെ ശ്രേഷ്ഠ കാതോലിക്ക വാഴ്ച ചടങ്ങുകൾക്ക് ശേഷം ശ്രേഷ്ഠ പിതാവിൻ്റെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മൾ മൗണ്ട് ലെബാനോനിലെ ബക്കാലിനോ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലമുള്ള ഏകദേശം 700ഓളം അതിഥികളാണ് ഈ പരിശുദ്ധമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ബെയ്റൂട്ടിൽ എത്തിച്ചേർന്നത്. അനുഗ്രഹീതമായ ഈ ചടങ്ങുകൾക്ക് സാക്ഷിയാവാനും പങ്കാളിയാവാനും എൻ്റെ പിതാവിനോടൊപ്പം സാധിച്ചത് ആ ജീവിതത്തിലെ വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. തനത് മെഡിറ്ററേനിയൻ ഭക്ഷണമാണ് വിളമ്പിയിരിക്കുന്നത്. കൂടുതലും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലകളും കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ കൂടുതലും. At this time, we will be presenting this small memento to His Holiness the Patriarch, as well as His Beatitude, the Catholicos. Thank you all, and hope you are having a wonderful evening this evening. I know it's late, and many of you are very tired, but dinner was prepared for almost 700 people, 600-700 people. So please bear with us if you haven't been served as of yet. ബെയ്റൂട്ടിലെ ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ്. ചെറിയൊരു ഷോപ്പ്. വലിയ മൾബറി കണ്ടിട്ടുണ്ടോ? മൾബറിയുടെ വലിപ്പം, സ്ട്രോബെറിയുടെ വലിപ്പം. വേണ്ട, 1 ലക്ഷം ലബനീസ് ലിബാനാണ്. It will be around 100 Indian rupees. $1 1000 അല്ല, 1 ലക്ഷം ലിബാൻ. ചായ കുടിക്കണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ലിബാൻ കൊടുത്ത് ചായ കുടിക്കുന്നുണ്ട്. How much more? One more. Just one more. No, this, the blue one. This one? 12 ലക്ഷം ലിബാന് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചു. 1, 6, 7, 8, 9, 10, 11. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപടി നല്ല ഓർമ്മകളും അതോടൊപ്പം കുറച്ച് നല്ല സുഹൃത്തുക്കളെയുമാണ്. ഈ യാത്രയും വ്യത്യസ്തമായിരുന്നില്ല. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.